ശ്ലോമോ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഗബ്രിയേൽ മാലാഖ വിശുദ്ധ കന്യകമറിയാമ്മനോട് നടത്തിയ അരുൾപ്പാടിലെ 7 അറിയിപ്പുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 33 മുതൽ 33 വരെയുള്ളതായ വേദവാക്യങ്ങൾ. There are 7 announcements in the Annunciation to Mother Mary. പരിശുദ്ധ കന്യകമറിയാമ്മനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയും അറിയിപ്പ് പെരുന്നാളിലും ഈ വേദഭാഗം വിശുദ്ധ കുർബാന സമയത്ത് ഏവെങ്കല്യനായിട്ട് പട്ടക്കാരൻ വായിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ അഥവാ മാലാഖമാർ മനുഷ്യ ജീവിതത്തിൽ സന്ദർഭങ്ങളനുസരിച്ച് ഇടപെടുന്നതും ഉപദേശിക്കുന്നതും പരിപാലിക്കുന്നതും ആയിട്ട് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം, സാറ, ലോത്ത്, ഹാഗാർ, യാക്കോബ്, ഗിദെയോൻ, ഏലിയാവ്, ഏലീശ, ദാനിയേൽ, അപ്പോസ്തലന്മാർ മുതലായ ധാരാളം പേർക്ക് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവരെ ആരെയും മാലാഖ സല്യൂട്ട് ചെയ്തിട്ടില്ല. നമ്മളെക്കാൾ സീനിയറായിട്ടുള്ള ഓഫീസേഴ്സിനെ ഉദ്യോഗസ്ഥന്മാരെയുമാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത് അഥവാ ഗ്രീറ്റ് ചെയ്യുന്നത്. അഭിവാദ്യങ്ങൾ അഥവാ അഭിനന്ദനങ്ങൾക്ക് അർഹരായ ബഹുമാന്യ വ്യക്തികളെയാണ് നാം സല്യൂട്ട് ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്നും ആദ്യമായി സല്യൂട്ടേഷൻ ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് നസറേത്തിലെ ഹന്നായുടെയും യൂയാക്കിമിൻ്റെയും മകളായ കന്യക മറിയാം. ക്രിസ്തുവിൻ്റെ ജഡധാരണം എന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനത്തിൽ 1:4 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു, പുത്രൻ തമ്പുരാൻ ജഡധാരണം നടത്തുന്നത് സംബന്ധിച്ച് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പേ തീരുമാനമുണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ നടത്തിപ്പിലേക്ക് വേണ്ടി ആരിൽ നിന്ന് ജഡമെടുക്കണം എന്നതും ആ തീരുമാനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവീക മർമ്മമാണ്. ആ ദൈവീക മർമ്മത്തെക്കുറിച്ച് ആദ്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദീർഘദർശിമാരിൽ തലവനായ മോശയാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. വീണ്ടും അപ്പോസ്തലനായ പൗലോസ്ലീഹ ഈ പ്രവചനത്തെ പൂർത്തീകരിക്കുന്നത് ഗലാത്യ 4:4 കാണാം. അതിപ്രകാരമാണ്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ട മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ BC 742 പ്രവചിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. യെശയ്യാ 7:14. പുത്രൻ തമ്പുരാന്റെ ജഡധാരണത്തെക്കുറിച്ച് സ്വർഗത്തിൽ ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിൽ ഒരു കന്യക ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ആയതിനാലാണ് പ്രവാചകന്മാർ മുൻകൂട്ടി കണ്ട ദൈവീക ദർശനത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്. യെരമ്യാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? യെരമ്യ 1:5 നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചതിന് ശേഷം അറിഞ്ഞെന്നല്ല, ആ ഗർഭപാത്രത്തിൽ ഉരിയാവ് ഉണ്ടാകുന്നതിന് മുമ്പേ. അപ്പോൾ യെരമ്യാവ് ജനിക്കുന്നതിന് അമ്മയുടെ ഉദരത്തിൽ
ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവമായ കർത്താവ് യെരമ്യാവിനെ അറിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യെരമ്യാവ് അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം തെരഞ്ഞെടുത്തു എങ്കിൽ തൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജഡധാരണത്തിന് വേണ്ടി വിശുദ്ധ കന്യകയെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ തിരഞ്ഞെടുത്തു എന്നത് എത്രയോ യാഥാർത്ഥ്യമായ ഒരു സംഗതിയാണ്. വചനമാകുന്ന ദൈവത്തെ പ്രസവിക്കുവാൻ പോകുന്ന കന്യക മറിയാമിനെ സ്വർഗം ആദരിച്ചു ബഹുമാനിച്ചു എന്നതിൻ്റെ സൂചനയായിട്ടാണ് മാലാഖ സ്വർഗത്തെ പ്രതികരിച്ച് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ലോർഡ് ഈസ് വിത്ത് ദീ എന്ന് പറഞ്ഞു സല്യൂട്ട് ചെയ്തു. ആ സല്യൂട്ടേഷൻ നടത്തിയതിന് ശേഷം ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിനോട് അറിയിക്കുന്നത് 7 വൻ കാര്യങ്ങളാണ്. ആ 7 വൻ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഫസ്റ്റ് അനൗൺസ്മെന്റ് ഈസ് ദാറ്റ് ബിഹോൾഡ് യു വിൽ കൺസീവ് ഇൻ യുവർ ഹോം ആൻഡ് ബ്രിങ് ഫോർത്ത് എ സൺ. കണ്ടാലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആദ്യത്തെ അറിയിപ്പ് ഒരു മകനെ നീ പ്രസവിക്കുമെന്നാണ്. അബ്രഹാമിനോടും സാറയോടും ദൈവദൂതൻ അറിയിച്ചു, നീ ഒരു മകനെ പ്രസവിക്കും. മനോഹയുടെ ഭാര്യയോട് ദൈവദൂതൻ പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും. ഇതുപോലെ സക്കരിയാവിനോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. ഈ ദമ്പതിമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഏതോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടത് പ്രാർത്ഥനയിൽ കൂടിയായിരിക്കണം. മദ്യലഹരികളുടെ ആസക്തിയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആത്മീക വൈകല്യമുള്ളവരായിരിക്കും. അതുപോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങൾ ഉദരത്തിൽ കിടന്ന് വളരുമ്പോൾ ആ അമ്മയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മശരീര മനസ്സുകളുടെ സംഘർഷവും സന്തോഷവും സകല സ്വഭാവ ചേഷ്ടകളും ആ കുഞ്ഞിൽ ഉണ്ടാകും. മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ജനിക്കുന്നതിന് മുമ്പേ തന്നെ 75% മാനസിക വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ്. ആയതിനാൽ ഗർഭസ്ഥ ശിശുവിനെ ദൈവിക കൃപയുടെ പരിലാളനം ലഭിക്കത്തക്കവണ്ണം മാതാപിതാക്കൾ ദൈവകൃപയിൽ ജീവിക്കണം. വിശുദ്ധ കന്യക മറിയാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുപോലെ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ ഉൾക്കൊള്ളുന്ന സമയത്ത് ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടണം. രണ്ടാമത്തെ അറിയിപ്പെന്ന് പറയുന്നത്, ദ സെക്കൻഡ് അനൗൺസ്മെന്റ് ഈസ് യു ഷാൽ കോൾ ഹിസ് നെയിം ജീസസ്. അവന് യേശു എന്ന പേർ വിളിക്കണം എന്നാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷയാകുന്നു. ദ ലോർഡ് ഗോഡ് ഈസ് സാൽവേഷൻ. പുത്രൻ തമ്പുരാൻ ജഡധാരണം നടത്തിയ ആ സമയത്ത് നടത്തിയപ്പോൾ മാനുഷികമായി ലഭിച്ച പേർ പൂർവ്വ പിതാക്കന്മാരുടെ പേരാണ്. പഴയ നിയമത്തിലെ യോശുവ എന്ന പേരാണ് യേശു എന്നത്. എബ്രായ ഭാഷയിൽ യേശു എന്നല്ല, പിന്നെയോ യോശുവായ എന്നാണ് പറയുന്നത്. ഓരോ ഭാഷകളിലേക്കുള്ള തർജ്ജമ വന്നപ്പോൾ യേശു, ഈശോ, ജീസസ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി.
ഈ പേരുകൾ മാനുഷികമായ പേരുകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യേശു ആരാണ് എന്ന് ശിഷ്യ സമൂഹം മുഴുവനും വിളിക്കുകയും യേശു വിശ്വസിച്ചവരെല്ലാവരും യേശുവിനെ വിളിച്ചത് ക്രിസ്തു എന്നാണ്, ക്രൈസ്റ്റ് അഥവാ മശിഹ എന്നാണ്. ആയതിനാൽ നമ്മൾ യേശു എന്ന പേരല്ല വിളിക്കേണ്ടത്, പിന്നെയോ യേശു ക്രിസ്തു അഥവാ യേശു മിശിഹ എന്നായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബേത്ലഹേം ജനന സമയത്ത് ദൈവദൂതന്മാർ ആട്ടിടയന്മാരോട് അരുൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ലൂക്കോസിൻ്റെ 1:10 പറയുന്നത്, അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ജനിച്ചത് ആരാണ്? കർത്താവായ ക്രിസ്തുവാണ്, ദൈവമാകുന്ന ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദ സൺ ഓഫ് ലിവിങ് ഗോഡ്. അതാണ് ശീമോൻ പത്രോസ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആരാകുന്നു എന്ന് യേശു ചോദിച്ചപ്പോൾ, യു ആർ ക്രൈസ്റ്റ്, നീ ക്രിസ്തുവാകുന്നു, ദ സൺ ഓഫ് ലിവിങ് ഗോഡ് എന്നാണ് പറഞ്ഞത്. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. മാനുഷികമായ യേശു എന്ന നാമവും ദൈവപുത്രനാകൊണ്ട് ക്രിസ്തു എന്ന ദൈവിക നാമവും ഒരുമിച്ച് ചേരുമ്പോൾ യേശു ക്രിസ്തു എന്നാണ് വായിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഈ സത്യങ്ങൾ അറിയാവുന്ന സുവിശേഷകന്മാർ ദൈവനാമമാകുന്ന ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് യേശു 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 എന്ന ഒറ്റപ്പദം മാനുഷികമായ നാമം മാത്രം ഉപയോഗിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇങ്ങനെയുള്ളവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 12:3 പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. യേശുവെ യേശു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധ റൂഹ ഇല്ല എന്നാണ് പുത്തൂർക്കുടിലച്ഛനല്ല പറയുന്നത്, പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ എന്ന് പറയുന്നത് എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് പറയണം, യേശുവിനെ മശിഹ എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അതില്ലാത്തവരാണ് യേശുവേ എന്ന് കൂവി വിളിക്കുന്നത്, ഓ ജീസസ് ഓ ജീസസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. യേശു സ്ലീഹന്മാരുടെ ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ മത്തായിയുടെ 16:16 ശീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണത്. യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ലിവിങ് ഗോഡ്. ഇന്ന് കാണുന്ന സുവിശേഷ പന്തലുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും യേശു എന്ന നാമം മാത്രമാണ്, അവിടെ ക്രിസ്തു ഇല്ല എന്ന് വെച്ചാൽ ദൈവമില്ലാത്ത സുവിശേഷ യോഗങ്ങളും ധ്യാന കേന്ദ്രങ്ങളുമായി മാറിക്കഴിഞ്ഞു. ആർക്കും ക്രിസ്തുവിനെ വേണ്ട. എനിക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം ചിലർക്ക് പ്രത്യേകമായിട്ടുള്ള പേരുകൾ നൽകിയിട്ടുണ്ട്. അബ്രാമിനെ അബ്രഹാം എന്നാക്കി, സാറായിയെ സാറ എന്നാക്കി, യാക്കോബിനെ ഇസ്രായേൽ എന്ന പേരിട്ടു. സക്കറിയ പുരോഹിതനോട് പറഞ്ഞു, നിന്റെ മകനെ യോഹന്നാൻ എന്ന് പേർ വിളിക്കണം. ബരയോന ശീമോൻ എന്ന വ്യക്തിക്ക് കർത്താവ് ഇട്ട പേര് പത്രോസ് അഥവാ കീപ്പ എന്നാണ്. ശൗൽ എന്ന വ്യക്തിക്ക് പൗലോസ് എന്ന് പേരിട്ടു. ദൈവം നൽകുന്ന പേരിന് പ്രത്യേകമായ ഉപദേശവും അർത്ഥവുമുണ്ട്. വിശുദ്ധ മാമോദീസ വഴിയായി നമുക്ക് പുതിയ പേർ ലഭിക്കുകയും ആ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്യുന്നു. ഓരോ ക്രിസ്ത്യാനിയുടെ പേർ കർത്താവിൻ്റെ ഭവനമാകുന്ന വിശുദ്ധ സഭയിൽ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. Third announcement is that he will be great.
മൂന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് അവൻ വലിയവനാകും. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത് യെരമ്യാ 63:1 ഇപ്രകാരം പറയുന്നു: ഏദോമിൽ നിന്നും രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്നും വരുന്നോർ ഇവൻ ആർ? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഇവൻ ആർ? നീതിയെ അരുൾ ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലവനുമായ ഞാൻ തന്നെ. വീണ്ടും വിശുദ്ധ മത്തായി 12:6 ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ 11:31 ഇപ്രകാരം കാണുന്നു: തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവർ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നും വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമിനിലും വലിയവനുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:9 ദൈവം അവനെ ഏറ്റുയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അവനെ ഉയർത്തി. കർത്താവായ യേശു എല്ലാരെക്കാളും വലിയവനാണ്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക, ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ വലിയവനാകുന്നു, ബലമുള്ളവനാകുന്നു, ശക്തനാകുന്നു എന്നാണ്. അതാണ് നമ്മുടെ പ്രാരംഭ പ്രാർത്ഥന കൗമിയിൽ നമ്മൾ ചൊല്ലുന്നത്. വലിയവനാകുന്ന കർത്താവായ യേശു തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവർ വലിയവരാകും, യാതൊരു സംശയവുമില്ല. ഗലീല കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മുക്കുവന്മാർ യേശു ക്രിസ്തുവിനോടുകൂടി ചേർന്ന് നിന്നപ്പോൾ അവർ മുടന്തരെ സൗഖ്യമാക്കുന്നു, മരിച്ചുപോയവരെ ഉയർപ്പിക്കുന്നു, പിശാചുക്കളെ പുറത്താക്കുന്നു. ഏതോരു തത്വജ്ഞാനിക്കും താർക്കികനും ഉത്തരമില്ലാതെ മുട്ടുകുത്തി നിൽക്കത്തക്കവണ്ണമുള്ള ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായി തീർന്നു. അവരെല്ലാവരും വലിയവരായി തീർന്നു. അവരുടെ നാമം ഇന്ന് ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. നാലാമത്തെ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദ ഫോർത്ത് അനൗൺസ്മെന്റ് ഈസ് ദാറ്റ് he will be called the son of the most high. വിശുദ്ധ മത്തായി 3:17 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. വീണ്ടും വിശുദ്ധ മത്തായി 17:5 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. വിശുദ്ധ യോഹന്നാൻ 11:27 മാർത്ത കർത്താവിനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂശ് മരണസമയത്ത് ശതാധിപൻ ഇപ്രകാരം ഏറ്റുപറയുന്നു. വിശുദ്ധ മത്തായിയുടെ 27:54 ശതാധിപനും അവനോടുകൂടെ കാത്തു നിന്നവരും ഭൂകമ്പം, ഇടിമിന്നൽ മുതലായവ സംഭവിച്ച അത് കണ്ടപ്പോൾ അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് ഏറ്റുപറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 9:20 ശൗൽ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളിയിൽ പ്രസംഗിച്ചു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗൽ പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ താൻ നടത്തുന്ന പ്രസംഗം യേശു, നസറേനായ യേശു ദൈവപുത്രനാണ്, ക്രിസ്തുവാകുന്നു. ആയതിനാൽ യേശു ക്രിസ്തുവിൽ ആയിത്തീരുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഏറ്റുപറയേണ്ടത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നായിരിക്കണം. പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവനെ കൊടുക്കും. The Lord God will give to him the throne of his father David. യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ വംശത്തിലുള്ള മറിയാമിൽ നിന്ന് ജനിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി പ്രകാരം ദാവീദിന്റെ മകനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യെരുശലേമിലേക്കുള്ളതായ
രാജകീയ പ്രവേശന ദിവസം വിശുദ്ധ മത്തായിയുടെ 21:9 പറയുന്നു, ഒരു വലിയ ജനക്കൂട്ടം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടന്ന ജനക്കൂട്ടം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ നാം കാണുന്നത് വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നത് 22-ാം വാക്യത്തിൽ ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് തൻ്റെ മകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന്. അതേ, പുറജാതിക്കാർ പോലും പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്ന സത്യം, നസറേയനായ യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇസ്രായേലിന്റെ രാജാവും കർത്താവും ആണ് എന്ന്. യെരിഹോ വഴിയരികെ ഇരുന്ന ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന തീമായിയുടെ മകനായ ബർത്തുൽമായി എന്ന കുരുടൻ വിളിച്ചു പറയുന്നത്, കർത്താവായ യേശു വരുന്നുവെന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. വിശുദ്ധ മർക്കോസ് 10:48 അന്ധരും ഊമരും ചെകിടരും പുറജാതിക്കാരും കുഞ്ഞുങ്ങളും യേശുവേ ദാവീദ് പുത്ര എന്നാണ് കരുണയ്ക്കായി നിലവിളിച്ചത്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് നസറേത്തിലെ ചെറിയ ഭവനത്തിൽ നിന്നും വളർന്ന് ഗലീലായിലെ മുക്കുവന്മാരോടുകൂടി ദൈവരാജ്യത്തിലെ മർമ്മങ്ങളെ പ്രസംഗിച്ച് അശരണർക്കും രോഗികൾക്കും പട്ടിണി പാവങ്ങൾക്കും ആശ്രിതനായി തീർന്ന നസറേത്തുകാരൻ യേശു സാക്ഷാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന രാജാവും ദാവീദ് പുത്രനും കർത്താവും ആണെന്ന് ജനം വിശ്വസിച്ചു കഴിഞ്ഞു. ആയതിനാൽ ദാവീദ് പുത്രനായ കർത്താവായ യേശു തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും രാജകീയ പുരോഹിത വർഗത്തിൽ പെട്ടവരാണ്. 1 പത്രോസ് 2:9 പറയുന്നു. 6ാമത്തെ അറിയിപ്പെന്ന് പറയുന്നത് ഇതാണ്: അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ഹീ വിൽ റീൻ ഓവർ ദ ഹൗസ് ഓഫ് ജേക്കബ് ഫോർ എവർ. യാക്കോബിന് ദൈവം നൽകിയ പേർ ഇസ്രായേൽ എന്ന ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നുവല്ലോ. ആയതിനാൽ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിന്റെ പരിപാലകനും വീണ്ടെടുപ്പുകാരനുമാണ്. വിശുദ്ധ യോഹന്നാൻ 1:49 നഥാനിയേൽ കർത്താവിനോട് പറയുന്നതാണ്: റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. നഥാനിയേൽ സാക്ഷിക്കുന്ന നസറേയനായ യേശു ദൈവപുത്രനും ഇസ്രായേലിന്റെ രാജാവും ആകുന്നു എന്നാണ്. പീലാത്തോസ് യേശു തമ്പുരാനെ ന്യായം വിധിക്കുമ്പോൾ ചോദിക്കുന്നു, നീ രാജാവാകുന്നുവോ? ഉത്തരമായിട്ട് വിശുദ്ധ യോഹന്നാൻ 18:37 കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു തമ്പുരാൻ, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവാകുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. യെശയ്യാ 9:7 പറയുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവനെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം എന്നുള്ളത് കർത്താവിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ ഉള്ളതാണ്. യാക്കോബ് ഗൃഹത്തിന്മേൽ കർത്തൃത്വം നടത്തുന്നവനാണ് യേശു ക്രിസ്തു. ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ പല പിതാക്കന്മാരിലും ധാരാളം കുറവുള്ളവരെ കാണാൻ സാധിക്കും. എന്നാൽ മോശയും യോശുവായും ഏലിയാവും ബലിപീഠം പണിതപ്പോഴും ബലി നടത്തിയപ്പോഴും
ഗോത്രപിതാക്കന്മാരുടെ നാമത്തിലായിരുന്നു അവർ ബലിപീഠം പണിതതും ബലി നടത്തിയതും. പുറപ്പാട് പുസ്തകം 39 അധ്യായം 14 ഇപ്രകാരം പറയുന്നു: ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോടുകൂടെ അവരുടെ പേർ പോലെ 12 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്ര കൊത്തായി കൊത്തിയിരുന്നു. ഇത് മഹാപുരോഹിതന്റെ ഏഫോദിൽ വച്ചിരുന്ന കല്ലുകളായിരുന്നു. പുരോഹിതൻ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധ വസ്ത്രത്തോടു കൂടി ഏഫോദ് ധരിച്ചിരിക്കണം. യേശുതമ്പുരാൻ പാരമ്പര്യങ്ങളിലൂടെ ന്യായപ്രമാണത്തിൻ്റെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഉദാഹരണമായി, കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ആ കുഷ്ഠരോഗിയോട് പറയുകയാണ്, സൗഖ്യപ്പെട്ട കുഷ്ഠരോഗിയോട് പറയുകയാണ്, നീ ചെന്ന് പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചതുപോലെ അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞു. അവനെ വിട്ടയച്ചു. മർക്കോസ് 1:44. കർത്താവായ യേശു തമ്പുരാൻ അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാകയാൽ ഇസ്രായേലിൻ്റെ ന്യായപ്രമാണം അനുസരിച്ചുള്ള പാരമ്പര്യങ്ങളെ പൂർണ്ണമായി അനുസരിച്ചു. ആയതിനാലാണ് പൗലോസ്ലീഹ എബ്രായർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ എബ്രായ 13:7 ഇപ്രകാരം പറയുന്നു: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് തെലസ്സനിയക്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ പറയുന്നു, 2 അധ്യായം 15 വാക്യത്തിൽ ഇപ്രകാരം: ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസിയും നമ്മുടെ പൈതൃകമായ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ പാരമ്പര്യങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാകുന്നു. മറന്നു പോകരുത്. 7ാമത്തെ അറിയിപ്പ്: അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല. ആൻഡ് ഓഫ് ഹിസ് കിങ്ഡം ദർ വിൽ ബി നോ എൻഡ്. ലോക ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ അനേക രാജാക്കന്മാരും ഭരണകർത്താക്കളുടെയും ഭരണകൂടങ്ങൾ തകർന്നുപോയി. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കെട്ടിയുയർത്തിയ വലിയ സാമ്രാജ്യം, ജൂലിയസ് സീസറിൻ്റെ റോമാ സാമ്രാജ്യം, ചക്രവർത്തിമാരുടെ റഷ്യൻ ഭരണകൂടം, നെപ്പോളിയൻ്റെ സാമ്രാജ്യം, ഇതെല്ലാം കാലയവനിക്കുള്ളിൽ അമർന്നുപോയി. എന്നാൽ എന്നേക്കുമായി നിലനിൽക്കുന്നതും നിത്യമായിട്ടുള്ള രാജ്യവും കർത്താവായ യേശു തമ്പുരാൻ്റെ രാജ്യമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ 18:36 കർത്താവായ യേശു പിലാത്തോസിനോട് പറയുന്നത്: എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. 2 പത്രോസ് 1:11 നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം പ്രാപിക്കും. ഓരോ വ്യക്തിയും ഈ ലോകത്തിലെ പരദേശികളാണ്. നമ്മുടെ യഥാർത്ഥമായ രാജ്യം യേശു ക്രിസ്തുവിൻ്റെ രാജ്യവും അതിലെ പൗരന്മാരുമാണ് നമ്മൾ. ആയതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നത്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആയതിനാൽ അവസാനമില്ലാത്ത ഒരു രാജ്യം നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ദിവസം തോറും ഏറ്റുചൊല്ലുന്ന നിത്യ വിശ്വാസ പ്രമാണത്തിലെ അവസാന ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അത് ഇപ്രകാരമാണ്: വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഈ എൽദോ നോമ്പ് പെരുന്നാളിൽ അഥവാ ക്രിസ്മസിൽ നാം ഓർത്തിരിക്കേണ്ട 7 കാര്യങ്ങളെയാണ് ദൈവത്തിൻ്റെ മാലാഖ വിശുദ്ധ കന്യകമറിയാമിനോട് അറിയിച്ചത്. ഈ അറിയിപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കൽ കൂടി ആ 7 അറിയിപ്പ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാകുന്നു. 1, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും.
2 യേശു എന്ന് പേർ വിളിക്കണം. 3 അവൻ വലിയവനാകും. 4 ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 5 ദാവീദിന്റെ സിംഹാസനം നീ അവന് കൊടുക്കും. 6 യാക്കോബ് ഗൃഹത്തിന്മേൽ എന്നേക്കും രാജാവായിരിക്കും. 7 അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ സ്നേഹപൂർവ്വം പുത്തൂർക്കുടിൽ അച്ഛൻ.